അങ്ങനെ നിങ്ങളുടെ ജ്വാലാസ് തട്ടുകട പൊളിഞ്ഞ് തുടക്കത്തില് പൊളിഞ്ഞു അല്ലേ? മുട്ടയില്ലാതെ മാത്രമായി. അതെ അതെ അതെ. നിത്യ റിയൽ ലൈഫിൽ എങ്ങനെയാ റിയാക്ട് ചെയ്യുക? അതാണ് നിത്യ എന്ന വ്യക്തി. ഞാൻ പൊതുവെ ഇങ്ങനെ കോംപ്രമൈസിനാണ് കൂടുതൽ ശ്രദ്ധിക്കുക. എങ്ങനെയെങ്കിലും അവരെ രണ്ടുപേരെ ഒന്ന് മാറ്റിവിടാൻ. പക്ഷെ അവസാനം അയാൾ മുട്ടയെടുത്ത് ഇട്ടപ്പോൾ അപ്പൊ എന്താണ് നിത്യ? അപ്പൊ ഞാൻ കരുതി ഇയാളെ പോലീസിന് പിടിച്ചു കൊടുക്കാം. അല്ലാതെ ഞാൻ ഉടനെ അവിടെ റിയാക്ട് ചെയ്താൽ അയാള് എങ്ങനെയാണ് പ്രതികരിക്കാന്ന് അറിയില്ല. ചിലപ്പോൾ പോലീസിനെ പിടിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുക? പോലീസിനെ ഇൻഫോം ചെയ്യാം. അത് ചെയ്തോ? അല്ല, അത് ഉടനെ പിന്നെ ടാസ്ക് കംപ്ലീറ്റ് കട്ടായി. അതോടുകൂടി പക്ഷെ അങ്ങനെയല്ല നിത്യ. എന്താണ് പ്രശ്നം അറിയോ? സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ ടാസ്ക് ആയിരുന്നു മൈൻഡില്. ഓക്കെ, നമ്മളുടെ മെയിൻ തിങ് ഉണ്ടായിരുന്നു ടാസ്ക് തരുന്നുണ്ടെങ്കിലും അതിലിപ്പോ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ റിയാക്ട് ചെയ്യുമല്ലോ. അതെ, ആ റിയാക്ഷൻ എവിടെയോ കുറവായിരുന്നു. ഒബ്വിയസ്ലി നിത്യ എന്ന വ്യക്തിക്ക് ഒരു ബിസിനസ്, ഒരു തട്ടുകട ഇട്ട് വെക്കുമ്പോൾ ആരെങ്കിലും ഒബ്വിയസ്ലി നിങ്ങൾ സാധാരണ ഒരു സ്ത്രീയാണ്, നിങ്ങൾ നിത്യ എന്ന വ്യക്തിയാണെങ്കിലും പക്ഷെ മുട്ട മുഴുവനും വലിച്ചെറിയുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഒരു റിയാക്ഷൻ ഉണ്ടാവണം. ഒച്ചിമ്പിളിയല്ല. നിങ്ങൾ അവിടെ നിന്നു, നിങ്ങൾക്കറിയാം ഒബ്വിയസ്ലി നിങ്ങളുടെ ക്രൂ ആൾക്കാരുണ്ട്, അവർ ഹാൻഡിൽ ചെയ്യും. ആ ഒരു കോൺഫിഡൻസ് കാണുന്നുണ്ടായിരുന്നു ഒബ്വിയസ്ലി. യുനോ ജ്വാലകുട്ടി പേടിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു നിത്യ എന്ത് ചെയ്യണം. നിത്യ ഭയങ്കര കോൺഷ്യസ് ആയി, സോഷ്യൽ കോൺഷ്യസ്നെസ് ആയിപ്പോയി. ഞാൻ അത്ര കോൺഷ്യസ് ഒന്നുമല്ല. ഇപ്പൊ പബ്ലിക്കായിട്ട് ഇറങ്ങി ഞാൻ പിന്നെ ആ ഒരു രീതി തന്നെയാണ്. ഈവൻ നമ്മൾ ബസ്സിൽ ട്രെയിനിൽ ഒക്കെ റിയാക്ട് ചെയ്യുന്ന ആ ഒരു രീതി തന്നെയാണ് ഞാൻ. പിന്നെ കൂടുതലും സ്പോട്ടിൽ, ഓൺ ദ സ്പോട്ടിൽ അതിന് ഓവർ റിയാക്ട് ചെയ്യുന്ന കൂട്ടത്തിലല്ല. ഈ പറഞ്ഞതുപോലെ അതിനെ ഞാൻ എങ്ങനെയാണ് അടുത്ത് ഡീൽ ചെയ്യാന്ന് ചിന്തിച്ചിട്ടേ ചെയ്യാറുള്ളൂ. അത്രേ അവിടെ എടുത്തുള്ളൂ. ഇങ്ങനെ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടങ്ങൾ വരുമ്പോൾ നഷ്ടം ഉണ്ടാവും. പക്ഷെ അത് ഇന്ന് നമ്മൾ പറഞ്ഞതുപോലെ ഫസ്റ്റ് ഡേയിൽ ചിലപ്പോൾ നമുക്ക് നഷ്ടങ്ങളായിരിക്കാം. ഇതുപോലത്തെ ആ മനുഷ്യൻ എന്ന് പറയുന്നത് ഹി കെയിം ഫ്രം ആലപ്പുഴ എന്ന് ആദ്യം പറയുന്നുണ്ട്. പിന്നെ എനിക്ക് അതൊരു ക്രിയേറ്റഡ് സീൻ ആണെന്ന് എനിക്ക് മനസ്സിൽ തോന്നി തുടങ്ങി. അതെന്തുകൊണ്ടാന്ന് വെച്ചാല് അയാൾ അവിടെ ഒരു ഫ്രണ്ടിനെ കൊണ്ടുവന്നു. ആ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോഴും പിടിച്ചോണ്ട് വന്നതാണ്. അയാൾ എന്നോട് ചോദിക്കുന്നുണ്ട്, അവിടെ ബസ് സ്റ്റോപ്പ് എവിടെയാണ്, ഞാൻ ഇന്ന് രാവിലെ ഇവിടെ എത്തിയതേ ഉള്ളൂ, ഈ സ്ഥലം ഒന്നും എനിക്ക് അറിഞ്ഞൂടാ, ഇവിടുന്ന് ബസ്സിൽ കയറി എങ്ങനെ ആലപ്പുഴ പോവും ചേച്ചി എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു അവിടുന്ന് കയറി പോയാൽ മതി. പക്ഷെ സഡൻലി അയാൾക്ക് ഒരു 1-2 ഫ്രണ്ട്സിന് നീ ഇത് കഴിച്ചു നോക്കടാ, നീ അത് കഴിച്ചു നോക്കടാ. അപ്പൊ എനിക്ക് തോന്നി ഇത് കുക്ക്ഡ് ഐറ്റം ആണ്. അപ്പൊ എന്തായാലും അതിനൊരു ബോർഡർ ലൈൻ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ പെട്ടെന്ന് ഞാൻ ഓക്കെ, മുട്ട പൊട്ടിക്കൽ ചിലപ്പോൾ മുട്ട പൊട്ടിക്കുന്നതായിരിക്കാം അടുത്ത ടാസ്ക് എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ വെയിറ്റ് ചെയ്യാം, ഇനി അടുത്ത് എങ്ങനെ റിയാക്ട് ചെയ്യും, പോലീസിനെ വിളിക്കണം എന്ന് അടുത്ത ക്രൂ മെമ്പറിനോട് പറയണോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ. ഇപ്പൊ നിത്യക്ക് മനസ്സിലായി അതൊരു ഓക്കെ, നമ്മളുടെ ആരെങ്കിലും ഒരു പ്രാങ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടാസ്ക് തന്നതാണെങ്കിൽ പോലും നമ്മൾ ഇതൊരു നിത്യക്ക് തന്നൊരു ടാസ്ക് അല്ലേ, അപ്പൊ അത് പ്രേക്ഷകർക്ക് കമ്മ്യൂണിക്കേറ്റ് ആവണമെങ്കിൽ നിത്യ റിയാക്ട് ചെയ്തല്ലേ മനസ്സിലാവും. അല്ലെങ്കിൽ ഇതൊരു പ്രാങ്ക് ആണ്, അപ്പൊ ഞാൻ ദോശ ഇട്ടുകൊണ്ടിരിക്കുക, ഇവിടെ എന്ത് അടി നടന്നാലും മുട്ട പൊട്ടിയാലും എനിക്ക് കുഴപ്പമില്ല, ചിരിച്ചുകൊണ്ടിരിക്കുക. ആ ആറ്റിറ്റ്യൂഡ് കാണുന്ന പ്രേക്ഷകർക്കും. പിന്നെ അതായത് നിത്യ പറയാണ് കൈ പൊള്ളും എന്നൊക്കെ. ഒരാള് മുട്ട എടുത്ത് എറിയുന്നു, അടിക്കുന്നു, ജ്വാലയുടെ കയ്യിൽ നിന്ന് പ്ലേറ്റ് വലിച്ച് ഇങ്ങനെ ചെയ്യുന്നു. അപ്പോഴൊക്കെ നിത്യ ഒരേ ദോശ കുട്ടിയാണ് ആലോചിക്കണം. ജ്വാലേന്റെ കയ്യിൽ നിന്ന് ഇല്ല, ഞാനത് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ജ്വാല ഞാൻ അപ്പൊ ഇങ്ങനെ ഇൻസ്ട്രക്ഷൻ കൊടുത്തു, അവിടെ ഇനി നിൽക്കണ്ട, ഇങ്ങോട്ട് കയറി വരുമെന്ന്. ഞാനത് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. എന്താണെങ്കിലും അങ്ങനെ നമുക്ക് പോലീസിന്റെ അടുത്ത് പറയാം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ പോലീസിന് ഞാൻ അവസാനം എൻഡ് ചെയ്യിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അതല്ല, ഏൽപ്പിക്കേണ്ടതെന്ന് ഞാൻ പറയും. അതല്ല, ഞാൻ പറഞ്ഞ നിത്യയുടെ റിയാക്ഷൻ. ഇതിപ്പോ കൺക്ലൂഷൻ ആണ് ചെയ്തത്. ഇങ്ങനെയുള്ള ആളുകളെ പോലീസിൽ പിടിച്ച് ഏൽപ്പിക്കണം എന്നാണ് പറഞ്ഞത്. ടാസ്കിൽ കൺക്ലൂഷന്റെ ആവശ്യം നിത്യ കൊടുക്കണ്ടായിരുന്നു. നിത്യ പറയണായിരുന്നു ജ്വാലയോട് നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യണം വാ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇവര് ടാസ്ക് നീട്ടിയനെ. നിത്യ എവിടെ വരെ പോവും, പോലീസ് സ്റ്റേഷനിൽ പോവോ, അവിടെ പോയി കംപ്ലൈന്റ് കൊടുക്കോ? അറിയാലോ നമ്മളുടെ ആൾക്കാരുണ്ട്, അപ്പൊ നമ്മൾ എന്തായാലും സേവ് ചെയ്യും, നമുക്കൊന്നും പേടിക്കണ്ട. ആ ഒരു ഇതുണ്ടായിരുന്നു. അത് ഞാൻ നെഗറ്റീവ് ആയിട്ടല്ല പറയുന്നത്. ഒബ്വിയസ്ലി എനിക്കൊരു ഹാഫ് പറഞ്ഞപ്പം ഹാഫ് വന്നപ്പോ ഈ ആള് പോയി ആളെ പിടിച്ചോണ്ട് വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി ഹീസ് ഗോയിങ് ടു ഡു സം പ്രാങ്ക്. അപ്പൊ ഞാൻ അതിന് ഓവർ റിയാക്ട് ചെയ്യണ്ട എന്നാണ് എന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നത്. സംയമനം പാലിച്ച് അതിനെ സോൾവ് ചെയ്യണം. അങ്ങനത്തെ ഒരു ലേഡി ഷോപ്പ് കീപ്പറെ കാണിച്ചു കൊടുക്കണം എങ്ങനെ എന്ന് വിചാരിച്ചു. എന്തായാലും തട്ടുകട സ്ത്രീക്ക് അത് ചെയ്യാൻ പറ്റില്ല, അല്ലാതെ ഒരു ആണെങ്കിലും ഉണ്ടാവണം. കാരണം അല്ലെങ്കിൽ നമുക്കിത് നടത്താൻ പറ്റില്ല. ഇതേപോലെ മുട്ട എടുത്ത് പൊട്ടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര കാശ് ഇറക്കിയിട്ടാണ് അത് വാങ്ങിക്കുന്നത്. ദിവസത്തെ വരുമാനം ഒരു സ്ത്രീയും അത് മിണ്ടായിരിക്കില്ല. സോ അത് മാത്രമേ ഉള്ളൂ. ബാക്കി
സ്റ്റാർട്ടിങ്ങിലെല്ലാം നിത്യന്റെ ആ ഒരു നിത്യ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനത്തെ ചേച്ചിമാരുടെ അടുത്ത് ഭക്ഷണം കഴിക്കാൻ ആൾക്കാർ വരും, കാരണം വളരെ സ്നേഹത്തോടെ പ്ലസന്റ് ആയിട്ടിരിക്കുന്ന, അത് കറക്റ്റ് ആണ്. പിന്നെ ഇഷ്ടപ്പെട്ടത് എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കും. പച്ച മുട്ട വരെ ടേസ്റ്റ് ചെയ്ത് നോക്കി അതിൽ ഉപ്പുണ്ടോ എല്ലാം. അതൊക്കെ ഭയങ്കര മീൻസ് ഒരു എക്സ്പീരിയൻസ് ആയ ഒരു പാചകക്കാരി. കൂടുതലും അതില് ടാസ്ക് എനിക്ക് ഫ്ലോപ്പ് ആവരുത് എന്നുണ്ടായിരുന്നു. പക്ഷെ ടാസ്ക് അതല്ലായിരുന്നു. പക്ഷെ എന്റെ മൾട്ടിപ്പിൾ ഐസ് എല്ലായിടത്തും പോകുന്നുണ്ട്. പക്ഷെ അതിനെ വല്ലവരും വഴിയിൽ കൂടെ പോണവർ അടി വെക്കുന്നതിന് ഞാൻ എന്തിനു ഇന്റർഫിയർ ചെയ്ത് ഇവിടെ വല്ലോന്നല്ല, ദോശ നിങ്ങളുടെ കടയുടെ മുമ്പിലും നിങ്ങളുടെ കടയുടെ ആ ബിസിനസ് ആണ് ബ്ലോക്ക് ചെയ്യുന്നത്. അതിൽ ഒരു പ്രാവശ്യം എനിക്ക് റിയാക്ട് ചെയ്യേണ്ടി തോന്നിയ ഒരു കാര്യം, 2 ടാസ്ക് ആയിരുന്നു. ഒരാള് തട്ടുകട നടത്തുക, ഒരാള് മാർക്കറ്റിംഗ് ചെയ്യുക. മാർക്കറ്റിംഗ് ചെയ്യാൻ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. ജ്വാല ആദ്യം വിളിച്ച് കയറ്റിയതാണ് ആദ്യത്തെ പാര. അത് ഞാൻ ദൂരെന്ന് കട തുടങ്ങിന്ന് പറഞ്ഞപ്പോഴേ ദൂരെന്ന് ഇയാള് ഫോണിൽ വരുന്നുണ്ടായിരുന്നു. എനിക്കത് പിന്നീടാണ് മനസ്സിലായത്, ഹി ഗോട്ട് ഇൻസ്ട്രക്ഷൻ തുടങ്ങി പോകുന്നു. അല്ല, നന്നായി അത് പിന്നെ മനസ്സിലായത്, അല്ലാതെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊളാക്കിണ്ടാവും. അത് ശരിയാ. ഇതെല്ലാം നിത്യ ഇത് പ്രാങ്കാണ്, അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്യരുത്, അല്ലെങ്കിൽ ക്യാമറ എന്ത് ചെയ്യണമെന്ന് നിത്യ നോക്കി അരുൺ മാറ്റി വിടുന്നുണ്ട്. ക്യാമറ എന്റെ ഫോക്കസ് ഇല്ലില്ല. ക്യാമറ എനിക്ക് നമ്മുടെ ക്രൂ മെമ്പേഴ്സ് എവിടെയാണ് അല്ല വരുമ്പോ ഇവരുടെ റിയാക്ഷൻസ് ലൈക്ക് ഓടി വന്ന് മാറ്റി നിർത്തുന്നതും ഒക്കെ ഞാൻ എന്റെ കണ്ണിങ്ങനെ മൾട്ടിപ്പിൾ ഇടത്ത് ഇങ്ങനെ പോകുമ്പോ ഓക്കെ ഇത് പ്രാങ്ക് ആണ്, ഇത് ഞാൻ കെയർ ചെയ്യേണ്ട ആവശ്യമില്ല, ഒറിജിനൽ ആളല്ല. ആക്ച്വലി അതെന്താ അറിയോ, നിത്യന്റെ ആ റിയാക്ഷൻസ് ആണ് നമ്മൾ കാണുന്നുണ്ടായിരുന്നത്. All in all, you handled it in your style. നിങ്ങളുടെ സ്റ്റൈലാണ്. അപ്പൊ അത് നിത്യ സ്റ്റൈൽ. പക്ഷെ അതിലൊരു ഹിന്ദിക്കാരൻ വരുന്നുണ്ട്, ആളെ കാണിച്ചില്ല, പുള്ളിക്കാരനായിരുന്നു ഒറിജിനൽ ആയിട്ടുണ്ടായോ. പക്ഷെ നിത്യന്റെ സ്റ്റൈൽ എന്തായാലും തട്ടുകട ഓടിക്കാൻ പറ്റില്ല. നിത്യയുടെ സ്റ്റൈലിന് തട്ടുകട നെഹി നെഹി ഫുൾ ഫ്ലോപ്പ്, ബിസിനസ് ഗോൺ.